ചേട്ടാ, പ്രണയം നടിച്ച് വശീകരിക്കുക, പിന്നീട് ഉപയോഗശേഷം ഒരു കറിവേപ്പില കണക്ക് വലിച്ചെറിയുക. ഇങ്ങനെ ചെയ്യുന്ന കാമുകന്മാരും കാമുകിമാരും നമുക്കിടയിൽ ധാരാളമുണ്ട്. ഇതിൻ്റെ അവസാനത്തെ ഇരയാണ് നമ്മുടെ അരൂർ സ്വദേശിനിയായ അഞ്ജന. ഈ കഴിഞ്ഞ ഒക്ടോബർ 2-ന് അരൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് അഞ്ജനയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഞ്ജനയുടെ മരണം ഒരു സ്വാഭാവിക മരണമല്ലെന്നാണ് കുടുംബം ഇപ്പോഴും തറപ്പിച്ചു പറയുന്നത്. എന്തായിരുന്നു അന്ന് ശരിക്കും സംഭവിച്ചത്? ഈ ഒക്ടോബർ 3-ാം തീയതി എന്ന് പറയുമ്പോൾ ഒക്ടോബർ 2 കഴിഞ്ഞ് 12 മണിക്ക് ശേഷമാണ് ഈ കുട്ടിയുടെ ബോഡി അവിടെ ചിന്നിച്ചിതറിയ രീതിയിൽ കണ്ടെത്തുന്നത്. ട്രെയിൻ തട്ടിയിരിക്കുകയാണ്. ട്രെയിൻ തട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ തട്ടിയ ശേഷം ലോക്കോ പൈലറ്റിന് മനസ്സിലായി ഇതുപോലെ എന്തിലോ തട്ടിയിട്ടുണ്ട്, ഒരു മനുഷ്യനിൽ ഈ എൻജിൻ ഭാഗം തട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഇൻഫർമേഷൻ സന്ദേശം കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് ഈ ബോഡി അവിടെ കണ്ടെത്തുന്നത്. അരൂർ റെയിൽവേ ട്രാക്കിന് സമീപത്തായിട്ട് ഈ ഒരു ബോഡി കണ്ടെത്തുന്നു. ഈ അഞ്ജന എന്ന് പറയുന്നത് കളമശ്ശേരിയിലെ ഒരു ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്ന ഒരു യുവതിയാണ്. അതേ സ്ഥാപനത്തിൽ തന്നെ പഠിക്കുന്ന ഹാരിസ് എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ട് ഇവർ അടുപ്പത്തിലായി. അത് പിന്നെ കോതമംഗലം സ്വദേശിയാണ്. അപ്പോൾ ഈ കോതമംഗലം സ്വദേശി എന്ന് പറയുമ്പം കോതമംഗലം അതിന് തൊട്ട് കുറച്ച് ദിവസം മുമ്പാണ് ഒരു വലിയ വിവാദമായിട്ടുള്ള കേസ് ഈ കോതമംഗലത്ത് ഉണ്ടായത്. ആ കുട്ടിയുടെ പേര് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാര്യം അത് വേറൊരു കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ്. ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ആ കുട്ടിയുടെ പേര് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ സംഭവത്തിൽ ഈ കുട്ടിയും ഇദ്ദേഹവും തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്നു. ഇതിനുശേഷം അന്നേ ദിവസം, അതായത് ഒക്ടോബർ 2-ാം തീയതി രാത്രി 9:30 പുറത്തെ വാഷ്റൂമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഈ യുവതി അവിടെ നിന്നും ഇറങ്ങി നേരെ പോകുന്നത് ഈ ട്രാക്കിലേക്കാണ്. അതേസമയം അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇവരുടെ ബന്ധുക്കാർ കൊടുത്തിരിക്കുന്ന ഒരു മൊഴി, പിന്നെ ഈ വിജയാംബിക ഗ്രന്ഥശാലയിലെ മാനവികം ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം അവിടെ ഒരു യുവാവുമായി ഈ യുവതി സംസാരിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടവരുണ്ട് എന്നാണ് ഇവരുടെ ബന്ധുക്കളുടെ ഒരു മൊഴി. അവർ തട്ടിക്കൊണ്ടുപോയി ട്രാക്കിലിട്ടതാണ് എന്നുള്ളതാണ് ബന്ധുക്കാർ പറഞ്ഞിരിക്കുന്നത്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിൽ വളരെ കൃത്യമായി ബലപ്രയോഗമോ ഒന്നും തന്നെ ഇല്ല, മറിച്ച് ഈ യുവതി ട്രെയിൻ മുന്നിൽ ചാടിയതാകും എന്നതാണ് പോസ്റ്റ്മോർട്ടത്തിലെ നിഗമനം. ഒരു കൊലപാതകത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും തന്നെ അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ ട്രെയിൻ തട്ടുമ്പോൾ അങ്ങനെ കൃത്യമായൊരു തെളിവ് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ആരെങ്കിലും ഒരാളെ ട്രെയിൻ ഈ പറയുന്ന എഞ്ചിൻ ഭാഗത്തേക്ക് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തട്ടിയാലും ഇതുപോലെ ചെന്ന് ചാടിയാലും ഇതെല്ലാം നമ്മെ പെട്ടെന്ന് കണ്ടെത്തുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം ഇത് തെറിച്ചു പോകും, എടുത്ത് എറിഞ്ഞു കളയുമല്ലോ ട്രെയിൻ, നല്ല ഫോഴ്സിലല്ലേ ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇത് വലിയ വിവാദമായി. ഈ ഹാരിസിൻ്റെ മാനസികമായിട്ടുള്ള സമ്മർദ്ദമാണ് ഈ ഒരു കൊലപാതകത്തിന് കാരണം, അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യക്ക് കാരണമെന്ന രീതിയിൽ വലിയ വാർത്തയായി. ചില സംഘപരിവാറിൻ്റെ ചില സംഘടനകളൊക്കെ തന്നെ ഇതൊരു ലവ് ജിഹാദാണ് എന്ന രീതിയിൽ, സംഘപരിവാർ എന്ന് പറയാൻ പറ്റില്ല, സംഘപരിവാറിനോട് അനുഭാവം കാണിക്കുന്ന ചില സംഘടനകൾ അവരൊക്കെ തന്നെ ഇതൊരു ലവ് ജിഹാദാണ് എന്ന രീതിയിൽ വലിയ രീതിയിലൊരു പ്രചാരണം സോഷ്യൽ മീഡിയയിൽ അഴിച്ചുവിട്ടെങ്കിലും അത് കാര്യമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. ഏതാനും കുറച്ച് പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു, ഇതുപോലെ ഒരു യുവതി 19 വയസ്സുള്ള ഒരു യുവതിയെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അത് ഇതുപോലെ ധർമ്മക്കാട് വീട്ടിൽ രതീഷിൻ്റെ മകൾ അഞ്ജന എന്ന് പറയുന്ന 19 വയസ്സുകാരിയാണ്, അയാളുടെ മൂത്ത മകളാണ് എന്നൊക്കെ ഉള്ളൊരു വാർത്ത വന്നതല്ലാതെ പിന്നീട് അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും ഇതിൻ്റെ കൂടുതൽ ഹിസ്റ്ററി കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമം അത് കാര്യമായി റിപ്പോർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിൻ്റെ കൂടുതൽ ഹിസ്റ്ററി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഏതോ ഒരു കുറച്ച് പ്രാദേശികമായിട്ട് ഒരു വാർത്തയായി അത് അവിടെ അവസാനിച്ചു. ഇത്തരം കേസുകൾ കൂടുതലും ഇങ്ങനെയാണ് അവസാനിക്കാറുള്ളത്. ചില കേസുകളൊക്കെ വരുമ്പോൾ ലവ് ജിഹാദ് ആരോപണം വരാറുണ്ട്. അപ്പം നേരത്തെ നിത്യാനന്ദ് റായ്, അത് നേരത്തെ സഹമന്ത്രിയായിരുന്നു, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി. അപ്പോൾ അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കേരളത്തിൽ ഇതുപോലെ 2 കേസുകൾ NIA അന്വേഷിക്കുന്നുണ്ട്. 2 കേസുകൾ ഇതുപോലെ ലവ് ജിഹാദാണോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ബാക്കിയുള്ളവയൊന്നും നിലവിലെ അന്വേഷണത്തിൽ ഇതുവരെ കേസുകളൊന്നും ലവ് ജിഹാദിൻ്റെ പട്ടികയിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് അന്ന് 2020 കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വരുന്ന കേസുകളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ ഒരു ഗണത്തിൽപ്പെടുത്താൻ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും തെളിവുണ്ടാക്കാൻ ആരെക്കൊണ്ടും സാധിക്കുന്നില്ല. ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഈ പ്രണയത്തിന് മതം എന്ന് പറയുന്ന സാധനം ഒരു വേലിക്കെട്ടൊന്നുമല്ല.
മുൻപ് കുറേ ഈ പറയുന്ന പോലെ പഴയ കാലഘട്ടത്തിലൊക്കെ ആളുകൾ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്ന സമയങ്ങളിൽ ആളുകൾ ഇതിനെയൊക്കെ വിലക്കിയിരുന്നു. ഇന്നിപ്പോൾ ആരും അങ്ങനെ വിലക്കാനൊന്നും നിൽക്കില്ല. ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കട്ടെ, ആരെയും നിർബന്ധിച്ച് എവിടെയെങ്കിലും പറഞ്ഞയച്ചിട്ട് പിന്നെ അവിടെ പോയി തൂങ്ങി മരിക്കുക, അല്ലെങ്കിൽ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം ഉണ്ടാക്കുക, ഒരു ദമ്പതികൾ തമ്മിലടിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കായി നല്ലത് അവരവരുടെ ഇഷ്ടപ്രകാരമുള്ള ജീവിതം തിരഞ്ഞെടുക്കട്ടെ എന്നാണ് എല്ലാവരും ഇപ്പോൾ പറയാറുള്ളത്. ഇല്ലെങ്കിൽ ഇത് വലിയ കുഴപ്പം ചെയ്യുമെന്ന് എല്ലാ രക്ഷകർത്താക്കൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് ആരും അതിനെ എതിർക്കാൻ നിൽക്കാറില്ല. പക്ഷേ അങ്ങനെയാകുമ്പോൾ ഉണ്ടാകുന്ന ചില മരണങ്ങളിൽ ഇതുപോലെയുള്ള ആരോപണങ്ങൾ വരുന്നു. അതാണ് ഈ കോതമംഗലത്തെ TTC വിദ്യാർത്ഥിനിയുടെ സംഭവം. ആ TTC വിദ്യാർത്ഥിനിയെ ഈ പറയുന്ന റമീസ് എന്ന് പറയുന്ന ഒരാൾ പ്രണയിക്കുന്നു. അവർ തമ്മിൽ ദീർഘകാലമായിട്ടുള്ള പ്രണയബന്ധം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഇയാൾ മതം മാറാൻ ആവശ്യപ്പെടുന്നു. ഈ യുവതി അതിന് തയ്യാറാകുന്നില്ല. അതിനുശേഷം ഈ യുവതി വീട്ടിൽ തൂങ്ങി മരിക്കുന്നു. അതിനുശേഷമുണ്ടായ സംഭവം, അതിൽ നിന്നുള്ള ഈ സംഭവങ്ങളെല്ലാം വീട്ടുകാർക്ക് അറിയാവുന്നത് കൊണ്ട് വീട്ടുകാർ അതിൻ്റെ തെളിവുകളെല്ലാം തന്നെ പുറത്തുവിട്ടു. ഒടുവിൽ കോതമംഗലം കോടതിയിലേക്ക് ഒരു കുറ്റപത്രം വന്നു. ആ കേസിൽ റമീസ്, അതുപോലെ തന്നെ റമീസിൻ്റെ ഒരു സുഹൃത്ത്, 2 പേര്, സഹദ്, ഈ കുട്ടിയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് ഇന്ന് കേസെടുത്തത്. അതുപോലെ ഈ റമീസിൻ്റെ മാതാപിതാക്കൾ എല്ലാവരും തന്നെ ഈ കേസിലെ പ്രതികളായിരുന്നു. അന്ന് വലിയ ചർച്ചയായതാണ് ഇത് സംബന്ധിച്ച്. അതായത് അന്ന് ഒട്ടനവധി സംഘടനകൾ ഇത് സംബന്ധിച്ച് വലിയ വിമർശനം ഉയർത്തുകയും ചർച്ച ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ കുറ്റപത്രം വന്നപ്പോൾ അതിനകത്ത് മതപരിവർത്തനത്തിന് വേണ്ടി റമീസ് ഈ യുവതിയെ നിർബന്ധിച്ചിട്ടില്ല. റമീസ് ഫോൺ എടുക്കാൻ, ഈ കുട്ടിയുടെ ഫോൺ എടുക്കാൻ റമീസ് തയ്യാറായില്ല. അത് ഈ കുട്ടിയിൽ അമിതമായ സമ്മർദ്ദമുണ്ടാക്കി. ആ മനോവിഷമത്തിലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്. കുട്ടിയെ വീട്ടിലിട്ട് മർദ്ദിക്കുകയും, അതായത് റമീസിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് മർദ്ദിക്കുകയും മാനസികമായി ദ്രോഹിക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിയെ വീട്ടിലെത്തിച്ച് മർദ്ദിച്ചപ്പോൾ റമീസിൻ്റെ മാതാപിതാക്കൾക്ക് അത് തടയാൻ സാധിക്കുമായിരുന്നു. മകൻ പുറത്തു നിന്നൊരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ട് മർദ്ദിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അവരതിനെ തടഞ്ഞില്ല. അതിനാണ് ഈ കുറ്റത്തിന് കൂട്ടുപ്രതികൾ എന്ന രീതിയിൽ റമീസിൻ്റെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തിയത്. സുഹൃത്ത് ഇതിനെല്ലാം കൂട്ടുനിന്നു. ഈ കുട്ടിയെ കൊണ്ടുവരുന്നതിനും കൊണ്ടാക്കുന്നതിനുമെല്ലാം സുഹൃത്ത് കൂട്ടുനിന്നതിനാൽ സഹദ് എന്ന് പറയുന്ന സുഹൃത്തും കൂട്ടുപ്രതിയായി. ഇത്രയും പ്രതികളാണ് അതിനകത്ത്, 4 പ്രതികളാണ് അതിനകത്തുള്ളതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. അതിലെവിടെയും പറഞ്ഞിട്ടില്ല ലവ് ജിഹാദാണ്, മതപരിവർത്തനത്തിന് വേണ്ടി നിർബന്ധിച്ചു, ഇതൊന്നും പറയുന്നില്ല. ഇതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇവരുടെ 2 പേരുടെ ഗൂഗിൾ അക്കൗണ്ടുകൾ തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ സെർച്ച് ഹിസ്റ്ററി 2 പേർക്കും കിട്ടും. ഇതിൽ ഒരു ദിവസം ഈ റമീസ് ഇടപ്പള്ളി സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം തിരഞ്ഞിരിക്കുന്നു. ഇത് ഈ കുട്ടി ഈ സെർച്ച് ഹിസ്റ്ററിയിൽ കണ്ടു. പിന്നെ ഗൂഗിളിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ എവിടേക്ക് പോകുമെന്ന് മനസ്സിലാവുമല്ലോ. അതിനുശേഷം ഇടപ്പള്ളി എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ സെർച്ച് ചെയ്തിരുന്നത്. പിന്നാലെ 2 ദിവസങ്ങൾക്ക് ശേഷം ഇവൻ ഇടപ്പള്ളിയിൽ പോയിട്ടുമുണ്ട്. അത് ഈ കുട്ടി, അത് കുറ്റപത്രത്തിൽ പറയുന്ന കാര്യമാണ്. ഈ കുട്ടി ഇത് റമീസിൻ്റെ ഉപ്പയോട് വീട്ടിൽ ചെന്ന് പറഞ്ഞു. ഇടപ്പള്ളിയിൽ നിന്നും തിരിച്ചെത്തിയ ഈ റമീസിൻ്റെ ഉപ്പ മർദ്ദിച്ചു, അവന് അടി കൊടുത്തു ഇങ്ങനൊരു കാര്യം ചെയ്തതിന്. അത് തെളിവോട് കൂടിയാണ് ഈ പെൺകുട്ടി പോയി പിതാവിനോട് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഈ അടി കിട്ടിയ ദേഷ്യത്തിൽ റമീസ് പിന്നെ ഈ കുട്ടിയുടെ ഫോൺ എടുത്തില്ല. ഇതാണ് കുട്ടി മരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനവധി കേസുകളിൽ ഈ ആരോപണം വരുന്നുണ്ട്. ഒട്ടനവധി കേസുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് മഹാരാജാസ് കോളേജിൽ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ ഇതുപോലെ വലിയ ആരോപണം വന്നിരുന്നു. വലിയ തരത്തിൽ അത് ചർച്ചയാവുകയും ചെയ്തിരുന്നു. പക്ഷേ അതിലും ഇത് പറയുന്നതല്ലാതെ ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു തെളിവുമില്ല. ഇത് കുറേ കാലം പറയുന്നു, പോലീസ് അന്വേഷിക്കുന്നു. പോലീസ് അന്വേഷിച്ച് ഇതിപ്പം ഈ കുട്ടിയുടെ, നമ്മൾ ആദ്യം പറഞ്ഞ കുട്ടിയുടെ അഞ്ജനയുടെ കാര്യമാണെങ്കിൽ അതൊരു അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് FIR. അത് വേറൊന്നുമില്ല. അസ്വാഭാവിക മരണം 174 അന്നത്തെ IPC. അപ്പം IPCയിലുണ്ടായിരുന്ന 174. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യവും ഇല്ല. എല്ലാ ബന്ധുക്കളും ഇതിങ്ങനെ ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ തന്നെ പല വാർത്തകൾ വരുമ്പോൾ ചെല്ലുമ്പോൾ, ഞാൻ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് പല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ബന്ധുക്കൾ ഇതുപോലെയുള്ള പ്രതികരണം നടത്തും. ഈ പ്രതികരണം നടത്തും, നമ്മളത് എടുക്കും, പിന്നെ അത് കൊണ്ടുവന്ന് വാർത്തയാക്കും. ഇതുപോലെ ആരോപണം എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കും. ഇതെല്ലാം കഴിയുമ്പോൾ പോലീസിനെ പിന്നെ വിളിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഇതൊന്നുമില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഒരുപാട് അഞ്ജനമാരുടെ ലിസ്റ്റിലാണ് ഈ അഞ്ജനയോട് കൂടി കയറി പറ്റിയിരിക്കുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ എന്താ പറയുക, ഇതിങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇത് പിടിച്ചു കെട്ടുക എന്ന് പറയുന്ന കാര്യം നടക്കില്ല.
കുട്ടികളെ ഒന്നും നമുക്ക് എവിടെയും പിടിച്ച് അടച്ചിട്ട് വളർത്താനൊന്നും പറ്റില്ലല്ലോ. പഠിപ്പിക്കാനൊന്നും ഇപ്പം വീട്ടിലൊരു ക്ലാസ് തുടങ്ങി അവിടെ ഇരുത്തി പഠിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുട്ടികൾക്ക് മൊബൈലിൻ്റെ ആക്സസ് ഉണ്ട്. അതുവഴി ഒരാളെ കണ്ടെത്തും. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വിട്ടുകൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. പിന്നെ തിരഞ്ഞെടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. പിന്നെ ഒത്തുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക, അതാണ് വഴി. അത് പിന്നെ അതിനകത്ത് കടിച്ചു തൂങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഒടുവിൽ ഈ ആത്മഹത്യയൊക്കെ ഉണ്ടാകുന്നത്. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടുകളഞ്ഞ് അത് രണ്ടുപേരും രണ്ട് വഴിക്ക് വളരെ സന്തോഷത്തോടെ പിരിഞ്ഞു പോകാൻ പറ്റുക. പലപ്പോഴും ഈ കുടുംബ കോടതിയിലെത്തുന്ന കേസുകളിൽ ഈ ഡിവോഴ്സിന് ശേഷം ഭാര്യയും ഭർത്താവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ. രണ്ടുപേരുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ. നമ്മൾ എങ്ങനെ നോക്കിയാലും ചിലപ്പോൾ നമ്മുടെ അടുത്ത ബന്ധുവിനെ വെട്ടിക്കൊന്നവനെ കണ്ടാൽ പോലും നമുക്ക് ചിലപ്പോൾ അവനോട് ഇനിയിപ്പോൾ കഴിഞ്ഞു എന്ന് വിചാരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ അതൊന്നും നടക്കില്ല. ഭാര്യയും ഭർത്താവും പിരിഞ്ഞ ഭാര്യയും ഭർത്താവും വലിയ ശത്രുക്കളായിട്ട് ഏതാണ്ട് ഒരു 80% അങ്ങനെയാണ്. അതുപോലെ ബന്ധങ്ങൾ, അതുപോലെ സ്നേഹബന്ധങ്ങൾ പിരിയുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം അതാണ്. അതുകൊണ്ട് വിട്ടുകളയാന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ആത്മഹത്യക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം സംഭവിക്കുന്നത് ബന്ധുക്കൾക്ക് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കാം. കേരള പോലീസിൻ്റെ കുറച്ച് ഡീസൽ അടിക്കും. കേരള പോലീസിൻ്റെ ഡീസൽ കുറച്ച് ചിലവാകും. ഒരു കുട്ടിയുടെ മരിച്ച കേസാണ്, ചിരിച്ചുകൊണ്ട് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ആർത്ഥത്തിലാണ് സംസാരിച്ചത്. ശരി.